എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ വഴി നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടി കേരളം മുഴുവൻ പരസ്യം ചെയ്ത് ബ്രോക്കർ ഫീസ് ഒന്നുമില്ലാതെ തന്നെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ ഒരു ഉത്തരവിനെ കുറിച്ചാണ്. നമ്മളുടെ ചുറ്റുപാടും അതിർത്തി തർക്കങ്ങൾ നമ്മൾ ധാരാളമായി കണ്ടുവരാറുണ്ട്. ഇത് വളരെ സാധാരണവുമാണ്. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി മറ്റൊരാൾ കൈയടക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന തർക്കങ്ങളെയാണ് അതിർത്തി തർക്കങ്ങൾ എന്ന് പറയുന്നത്. ഈ അതിർത്തി തർക്കം വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം എന്നാണ്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവിടെ ചെന്ന് കാര്യങ്ങൾ വിശദമായി അവിടെയുള്ള ഓഫീസർമാരോട് പറയുകയും ഒരു പരാതി എഴുതി കൊടുക്കുകയും ചെയ്യുന്നു. ആ പരാതിയെല്ലാം വായിച്ചു നോക്കിയിട്ട് അവർ പറയും, ശരി, ഈ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന കക്ഷിയുടെ അഡ്രസ്സും ഫോൺ നമ്പറും തരൂ, ഞങ്ങൾ നടപടി എടുക്കാമെന്ന് അവർ മറുപടി പറയുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു നിയമ നടപടി അതിന്മേൽ എടുക്കാനുള്ള അവകാശം പോലീസിന് ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ അതിർത്തി തർക്കങ്ങൾ നടക്കുമ്പോൾ മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിന്മേൽ നടപടി എടുക്കാനുള്ള അധികാരം മാത്രമേ പോലീസ് സ്റ്റേഷനിലുള്ള ഓഫീസർമാർക്ക് ഉള്ളൂ. സിവിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സിവിൽ കോടതിയുടെ കീഴിൽ വരുന്ന ഒരു കാര്യമാണ്. സിവിൽ കോടതിയിലൂടെ മാത്രമേ നമുക്കതിന് പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇനി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നടന്നില്ല, അങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് സമീപിക്കാൻ പോകുന്നത് റവന്യൂ ഓഫീസർമാരെ ആയിരിക്കും. എന്നാൽ റവന്യൂ ഓഫീസർമാർക്കും ഈ അതിർത്തി തർക്കത്തിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് സിവിൽ തർക്കങ്ങൾ സിവിൽ കോടതി വഴി മാത്രമേ ശാശ്വത പരിഹാരം കാണാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് നമ്മൾ ഓർക്കുക. പോലീസുകാർക്കോ അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്കോ അതിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തി തരാൻ കഴിയുകയില്ല. കാരണം അവർക്ക് അതിനുള്ള അധികാരം ഇല്ല. ഇങ്ങനെ സിവിൽ കോടതി വഴി നമ്മളൊരു അതിർത്തി തർക്കം പരിഹരിക്കാൻ പോകുമ്പോൾ അതിന് ഒരുപാട് പണച്ചെലവും അതുപോലെ തന്നെ സമയനഷ്ടവും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത്തരം കഷ്ടനഷ്ടങ്ങൾ ആരാണോ ആ സിവിൽ കേസിൽ തോൽക്കുന്നത് അവരുടെ കയ്യിൽ നിന്നും ഈടാക്കുക എന്നുള്ളതാണ് ഈ സിവിൽ കോടതിയുടെ നിയമം. അങ്ങനെ ഒരുപാട് പണച്ചെലവും കാലതാമസവും വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഇനി ഈ ഒരുപാട് പണച്ചെലവില്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതായിരിക്കും നമ്മുടെ ചിന്ത വരുന്നത്. ഒരുപാട് പണച്ചെലവും പിന്നെ സമയനഷ്ടവും വരാതിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള കേസുകൾ വളരെ പെട്ടെന്ന് തന്നെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ADR, ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റിസൊല്യൂഷൻ എന്ന തർക്ക പരിഹാര സംവിധാനം. കേരള ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ഇത് ഒരുക്കുന്നത്. എല്ലാ താലൂക്ക് ജില്ലാ കേന്ദ്രങ്ങളിലും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ ADR സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ രമ്യമായ തർക്ക പരിഹാരമാണ് സാധ്യമാകുന്നത്. പ്രോപ്പർട്ടി സംബന്ധിച്ച തർക്കം ഉണ്ടാകുമ്പോൾ അവിടെ ചെറിയ തോതിലെങ്കിലും ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് അധികാരം ഉണ്ടായിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ ജുഡീഷ്യൽ കോടതിയിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ റവന്യൂ അധികാരികൾക്കും അതിന്മേൽ ആക്ഷൻ എടുക്കാനുള്ള അധികാരം ഉള്ളതാണ്. റവന്യൂ അധികാരികൾ സമ്മറി ആയിട്ടുള്ള അന്വേഷണം നടത്തി കണ്ടീഷണൽ ഓർഡർ ആണ് പുറപ്പെടുവിക്കുന്നത്. അതുമാത്രമല്ല, അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് യഥാർത്ഥ അതിർത്തി ലൈനുകൾ ഭൂമിയിൽ ഡിമാർക്കേറ്റ് ചെയ്ത് കാണിക്കുന്നതിന് താലൂക്ക് തഹസിൽദാറിന്റെ കീഴിൽ സർവേയർമാർ ഉണ്ടായിരിക്കും. അങ്ങനെ ഉള്ള സർവേയർമാർ ഫോറം 10 നമ്മൾ അപേക്ഷ നൽകി കഴിയുമ്പോൾ അതിന്റെ ഒരു സർവീസ് ചാർജ് ഉണ്ടാവും. ആ സർവീസ് ചാർജും കൂടി നമ്മൾ അടച്ചു കഴിയുമ്പോൾ ഈ താലൂക്ക് സർവേയർ അതിർത്തി ലൈനുകൾ തിട്ടപ്പെടുത്തി കാണിച്ച് തരുന്നതാണ്. എന്നാൽ വസ്തു സംബന്ധിച്ചുള്ള തർക്കം നിലനിൽക്കുകയാണെങ്കിൽ അത് സിവിൽ കോടതി വഴി മാത്രമേ പരിഹരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ.
സിവിൽ നടപടിക്രമം അനുസരിച്ച് തെളിവെടുത്ത് അഡ്ജുഡിക്കേറ്റ് ചെയ്ത് തീർപ്പ് കൽപ്പിക്കേണ്ട വിഷയമാണ് ഇത്. അത് സിവിൽ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ സിവിൽ കോടതിയിൽ ചെന്ന് മാത്രമേ നമുക്ക് പരിഹരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞത് ഒരു സ്വകാര്യ ഭൂമിയിലെ കയ്യേറ്റം പരിഹരിക്കുവാൻ പോലീസിന് യാതൊരു അധികാരവും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ കയ്യേറ്റം സർക്കാർ ഭൂമിയിലാണ് നടക്കുന്നത് എങ്കിൽ അതിന്മേൽ ഒരു ആക്ഷൻ എടുക്കാനുള്ള അധികാരം പോലീസിനുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അതിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുവാനും ഒക്കെ ഉള്ള അധികാരം പോലീസിന് ഉണ്ട്. ഒരു സർക്കാർ ഭൂമിയിലെ കയ്യേറ്റത്തിനാണ് ഇങ്ങനെ ഒരു അധികാരം പോലീസിനുള്ളത്. സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം എന്ന് പറയുന്നത് ഒരു കൊഗ്നിസബിൾ ഒഫൻസ് ആണ്. അതുകൊണ്ടാണ് വാറന്റ് കൂടാതെ തന്നെ കയ്യേറ്റക്കാരനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസിന് ലഭിക്കുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ ഹാജരാക്കണമെന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്. സർക്കാർ ഭൂമിയിലുള്ള കയ്യേറ്റത്തിന് കടുത്ത ശിക്ഷ തന്നെയാണ് നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മതിൽ പണിയുമ്പോഴാണെങ്കിൽ പോലും സർക്കാർ ഭൂമിയിലേക്ക് കയറി മതിൽ പണിയാതെ ഇരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തോട് കയ്യേറുക, റോഡ് കയ്യേറുക, സർക്കാർ കെട്ടിടങ്ങളുടെ കോമ്പൗണ്ട് കയ്യേറുക, മൈതാനങ്ങൾ, അതുപോലെ കളിസ്ഥലങ്ങൾ കയ്യേറുക, ഇവയെല്ലാം ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്രിമിനൽ കേസുകളാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്